എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഏറ്റവും കൂടുതൽ കമൻസും ആൾക്കാർ എനിക്ക് പേഴ്സണൽ മെസ്സേജൊക്കെ അയച്ച് എൻ്റെ ഫ്രണ്ട്സൊക്കെ ഒരുപാട് പേര് എന്നോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ വില്ലകളും വീടുകളും മാത്രമാണോ കാണിക്കുന്നത്, അപ്പാർട്ട്മെൻറ്റ്സും ഫ്ലാറ്റുകളും ഒന്നും കാണിക്കുന്നില്ലേ? കുറഞ്ഞ വിലയിലുള്ള അപ്പാർട്ട്മെൻറ്റ്സും അതേപോലെ ഫ്ലാറ്റുകളും ഒക്കെ കാണിക്കണമെന്ന് ഒരുപാട് പേര് നമ്മളോട് കമൻ്റായിട്ടും അതേപോലെ ഡയറക്റ്റ് എനിക്ക് മെസ്സേജായിട്ടും ഒക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആണത്. അതായത് കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു അപ്പാർട്ട്മെൻറ്റ് വേണം എന്ന് ആഗ്രഹിക്കുന്ന ആൾക്കാർക്കുള്ള ഒരു വീഡിയോ ആണിത്. ഇപ്പം ഞാനിവിടെ നിൽക്കുന്നത് കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്തായിട്ടാണ് ഈ ഒരു അപ്പാർട്ട്മെൻറ്റിലാണ് ഞാൻ നിൽക്കുന്നത്. ഇതൊരു 3 നിലകളായിട്ടുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഇവിടെ മൊത്തം 6 ഫാമിലിയാണ് 3 നിലകളിലായിട്ട് ഉള്ളത്. അപ്പോൾ അങ്ങനൊരു അപ്പാർട്ട്മെൻറ്റിലെ ഏറ്റവും മുകളിലത്തെ നിലയിൽ നിന്നാണ് ഞാനിപ്പോൾ നിങ്ങളോട് സംസാരിക്കുന്നത്. അപ്പോൾ ഇതാണ് ആ അപ്പാർട്ട്മെൻറ്റ് പ്രോജക്ട്സ്. നോക്കിക്കേ, കണ്ട, നല്ല മനോഹരമായിട്ട് ഗ്രേയിലും വൈറ്റിലും പെയിൻ്റ് അടിച്ച് നല്ല മനോഹരമായ അപ്പാർട്ട്മെൻറ്റ്. താഴെയൊക്കെ നല്ല ഇഷ്ടം പോലെ പൂന്തോട്ടങ്ങളും നല്ല മനോഹരമായിട്ട് തന്നെ ഡിസൈൻ ചെയ്ത് വെച്ച ഒരു അപ്പാർട്ട്മെൻറ്റ് സമുച്ചയം എന്ന് തന്നെ വേണം നമുക്കിതിനെ പറയാൻ. ഇവിടെ നിന്ന് നിങ്ങൾക്ക് നേരെ അങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ടാറ്റ കൺസൾട്ടൻസിയും അതേപോലെ തന്നെ കാർണിവൽ ഇൻഫോ പാർക്കും, അതായത് ഇൻഫോ പാർക്കിന് വളരെ തൊട്ടടുത്ത് തന്നെയാണ് ഈ പ്രോപ്പർട്ടി ഇവിടെ ഉള്ളത്. നിങ്ങൾക്ക് ഇവിടെ നോക്കിയപ്പോൾ കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ നിൽക്കുന്നത് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ ഫ്രണ്ടിലാണ്. ഇതാണ് നമ്മളുടെ അപ്പാർട്ട്മെൻറ്റ്. ഇത് കുറച്ച് വർഷം പഴക്കമുണ്ട്, ഒരു 8-9 വർഷം പഴക്കമുണ്ട് ഈ ഒരു ബിൽഡിങ്ങിന്. അപ്പോൾ നമുക്കിതേ ഉള്ളിലേക്ക് കയറാം. വന്നേ, ഇത് കുറച്ച് നാളായിട്ട് അടച്ചിട്ടേക്കുമായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ല പൊടിയൊക്കെ പിടിച്ച് കിടക്കുന്നുണ്ട്. ഈ അപ്പാർട്ട്മെൻറ്റ് നമ്മൾ പഴയ പോലെ തന്നെ കയറി വളരെ എന്താ പറയുക, ഒരു പരിപാടികളും അലങ്കോല പരിപാടികളോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ലാത്ത സാധാരണ ഒരു അപ്പാർട്ട്മെൻറ്റാണ്. ഹോള് വളരെ വിശാലമായൊരു ഹോളാണുള്ളത്. ഈ ഹോളും അതേപോലെ തന്നെ ഡൈനിങ് ഏരിയയും രണ്ടും കൂടെ ഈ ഹോളിൽ നമുക്ക് കിട്ടും. വൈറ്റ് കളർ ടൈൽസാണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ഈ അപ്പാർട്ട്മെൻറ്റ് ഈ ഡോറ് കഴിഞ്ഞ് ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ വലിയൊരു ഇത് കണ്ട, വലിയൊരു ജനലും അവിടുന്ന് ഒരു ബാൽക്കണിയും. വന്നേ നോക്കിക്കേ, അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണി അല്ലേ? നല്ല അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടുള്ള ബാൽക്കണി ഹോളിൽ നിന്ന് തന്നെ തൊട്ട് ഇങ്ങോട്ട് ഇറങ്ങുമ്പോൾ തന്നെ കിട്ടും. ഇനി ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആദ്യം ഇത് 3 ബെഡ്റൂമാണ് ഈ വീടിനുള്ളത്. അപ്പോൾ നമുക്ക് ബെഡ്റൂമുകൾ ആദ്യം ഇന്ന് കാണാം. ഈ ബാൽക്കണിയോട് ചേർന്ന് തന്നെയാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാണ് ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂം. ഈ വീട്ടിൽ ഈ 3 ബെഡ്റൂമാണെന്ന് ഞാൻ പറഞ്ഞു. ഉള്ളതിൽ ഈ ബെഡ്റൂമിൽ മാത്രമേ ബാത്റൂം ഉള്ളൂ. ബാക്കി 2 ബെഡ്റൂമിനും ഒരു കോമൺ ആയിട്ടുള്ള ബാത്റൂമാണ്. ഇവിടെ വലിയൊരു കബോർഡ് ഏരിയ നൽകിയിരിക്കുന്നു. ഇത് ഫൈബറിലാണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇത് പുതിയതായിട്ട് പണിഞ്ഞ കേട്ടോ. ഇത് വീടുള്ള സമയം മുതലേ ഉണ്ടായിരുന്നതല്ല. ഇവരൊരു 2-3 കൊല്ലം ഈ അപ്പാർട്ട്മെൻറ്റ് വാടകയ്ക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇൻഫോ പാർക്കിൽ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാർക്കായിരുന്നു കൊടുത്തിരുന്നത്. അതിനുശേഷം ഇവർ ഇത് ഫുള്ളായിട്ട് റിനോവേറ്റ് ചെയ്തു. ഫുള്ളായിട്ട് ഇവർ പണിഞ്ഞതിന് ശേഷം ഇപ്പോൾ ഇത് 1-1.5 വർഷമായിട്ട് അടഞ്ഞു കിടക്കുകയാണ് ഈ അപ്പാർട്ട്മെൻറ്റ്. അപ്പോൾ അവർ എന്ത് ചെയ്തു, ഈ ഇതൊക്കെ പുതിയതായിട്ട് പിടിപ്പിച്ചതാണ്. ഇവിടെ എല്ലാം കർട്ടനും മറ്റു കാര്യങ്ങളെല്ലാം കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഒരു ജനലുണ്ട്. അതേപോലെ തന്നെ ഇവിടെയും ഒരു ജനലുണ്ട്. അപ്പോൾ 2 ഭിത്തികളിലായിട്ട് 2 ജനൽ. ആ കർട്ടൻ കിടന്നുകൊണ്ടാണ് നമുക്കൊരു ഇച്ചിരി ഇരുണ്ടായിട്ട് കിടന്നായിട്ട് തോന്നിയത്. നല്ല പ്രകാശം തരുന്ന രീതിയിലാണ് ഇതിൻ്റെ പണി കഴിച്ചിട്ടുള്ളത്. ഇനി നമുക്ക് ബാത്റൂം നോക്കാം. ബാത്റൂമിൻ്റെ ഒക്കെ ഈ ഡോറൊക്കെ മാറിയിട്ടുണ്ട് കേട്ടോ. ഇത് ഫൈബർ ഡോറുകളാണ് വെച്ചേക്കുന്നത്. ബാത്റൂം ഫുള്ളായിട്ട് മാറിയിട്ടുണ്ട്. ഇവിടുത്തെ ടൈലുകളും എല്ലാം രണ്ടാമത് ഫുള്ളായിട്ട് മാറിയിരിക്കുന്നതാണ്. താഴെയും മുകളിലും എല്ലാം ഇവിടെയൊക്കെ നോക്കി, ഇവിടെയൊക്കെ ഫുള്ളായിട്ട് ഇതെല്ലാം മാറിയിട്ടുണ്ട്. സെരഡയാണ് ക്ലോസറ്റുകൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു മിറർ കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഇവിടെ ഒരു വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ എക്സോസ്റ്റ്, ഇതെല്ലാം പുതിയതായിട്ട് ഇവരെല്ലാം ചെയ്ത കേട്ടോ. ഫുള്ളി പുതിയതായിട്ട് എല്ലാം പണി കഴിപ്പിച്ചേക്കുന്നതാണ്. ഇനി നമുക്ക് പോകാനുള്ളത്, അപ്പം ആദ്യത്തെ മാസ്റ്റർ ബെഡ്റൂം കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഹോളിലേക്ക് നമ്മൾ വീണ്ടും വരികയാണ്. മാസ്റ്റർ ബെഡ്റൂമിൽ നിന്ന് ഈ ഹോളിൽ തന്നെ നമുക്ക് വേണമെങ്കിൽ ഇവിടെ 2ആയിട്ട് പാർട്ടീഷൻ ചെയ്താൽ ഹോളിൽ നിന്നും അതേപോലെ ഡൈനിങ് ഏരിയ എന്നും നമുക്ക് പറയാം. ഈ ഡൈനിങ് ഏരിയ അല്ലെങ്കിൽ ആ ഒരു ഹോളിൽ നിന്ന് തന്നെ ഇവിടെ തന്നെ ഒരു വാഷ് ഏരിയ കൊടുത്തേക്കുന്നത്. അവിടെ വാഷ് ബേസും സെറയുടെ വാഷ് ബേസും കൊടുത്തിട്ടുണ്ട്. ഒപ്പം തന്നെ ഇതാണ് കോമൺ ആയിട്ടുള്ള ബാത്റൂം. നേരെ ഞാൻ നമ്മുടെ അപ്പുറത്തെ ബാത്റൂം കണ്ട പോലെ തന്നെ എൻ്റെർലി ഇതും മൊത്തത്തിൽ പുതുക്കി പണിഞ്ഞിരിക്കുകയാണ്. ഈ ടൈലുകളും മറ്റും ഫുള്ള് ഇളക്കി രണ്ടാമതൊന്നുകൂടെ പണിഞ്ഞിട്ടുണ്ട്. ഞാൻ പറയും ഇവിടെയും എക്സോസ്റ്റ് കൊടുത്തിട്ടുണ്ട്. ബാത്ത് ഏരിയയ്ക്ക് വേണ്ടി നല്ല ഒരു സ്പേസ് അഡീഷൻ കൊടുത്തിട്ടുണ്ട്. ഇത് ഇത്രയും വർഷം ഉപയോഗിച്ചതാണ് എന്ന് പറയില്ല. എന്താണെന്ന് വെച്ചാൽ ഇത് ഫുള്ള് രണ്ടാമത് പണി കഴിപ്പിച്ചുകൊണ്ടാണ് നമുക്കത് പറയാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ആ മെയിൻ ബാത്റൂം കണ്ടു കഴിഞ്ഞു.
ഇനി ഇവിടെ നിന്ന് രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് കടക്കാം. ഇതാണ് രണ്ടാമത്തെ ബെഡ്റൂം. ദേ ഇവിടെയൊക്കെ എല്ലാം കർട്ടനിട്ട് നല്ല മനോഹരമാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെ, കർട്ടനൊക്കെ തുറന്നു കഴിഞ്ഞാൽ ഭീകരം എന്ന് പറയാനില്ല, അത്യാവശ്യം വലുപ്പമുള്ള ഒരു ബെഡ്റൂമാണ് ഇത്. ഇവിടെ വേണേൽ ഒരു കബോർഡ് നമുക്ക് അപ്പുറത്തെ മുറിയിൽ ഉണ്ടാക്കി വെച്ചേക്കുന്ന മുള വേണമെങ്കിൽ ഇവിടെ ഒരു കബോർഡ് നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. അതിനുള്ളൊരു ചെറിയ സ്പേസ് ഉണ്ട്. ദേ ഇതാണ്. ജനാലകളെല്ലാം തടി കൊണ്ട് തീർത്ത് ജനാലകളാണ്. അപ്പം അത്രയും പഴക്കം ഉണ്ടായതുകൊണ്ട് തന്നെ ഇപ്പം പുതിയ രീതിയിലുള്ള ഇപ്പം നോർമൽ അപ്പാർട്ട്മെൻറ്റ്സിലൊക്കെ മറ്റേ സ്ലൈഡിങ് ജനാലകളാണ്. പക്ഷേ ഇപ്പം ഇവിടെ എല്ലാം എന്താ പറയുക, തടി കൊണ്ടുള്ള പഴയ രീതിയിലുള്ള ജനാലകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇനി വീണ്ടും നമ്മൾ ഹാളിലേക്ക് വന്നിട്ട് മൂന്നാമത്തേതും അവസാനത്തേതുമായ ബെഡ്റൂമിലേക്കാണ് കയറുന്നത്. ദേ വന്ന് നോക്കിയേ. പിന്നെ എല്ലാ റൂമിലും ഫാനുകളും എല്ലാം ഉണ്ട് കേട്ടോ. ഈ ഫാനുകളൊക്കെ ഈ പറഞ്ഞ കണക്ക് ഏറ്റവും പുതിയ നമ്മൾ പുതിയ വീടുകളിലൊക്കെ കാണുന്ന പോലെ എന്താ പറയുക, ഏറ്റവും നൂതനമായ ഫാനുകളൊന്നുമല്ല, പണ്ട് ഉണ്ടായിരുന്ന പഴയ രീതിയിലുള്ള ഫാനുകളൊക്കെ തന്നെയാണ് ഇവിടെ ഉള്ളത്. ഇത് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂം കണ്ടതിനേക്കാൾ ഇച്ചിരും കൂടെ വലിപ്പം കൂടുതലാണ്. രണ്ട് ഭിത്തികളിലും ജനാലകൾ കൊടുത്തിട്ടുണ്ട്. അതും നല്ല സൗകര്യാർത്ഥമായിട്ട് തന്നെയാണ് ഈ റൂമിനെയും അണിയിച്ചൊരുക്കിയിരിക്കുന്നത്. ഇനി നമ്മൾ 3 ബെഡ്റൂമും കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കാണാനുള്ളത് ഈ വീട്ടിൽ ഈ അപ്പാർട്ട്മെൻറ്റ് അടുക്കളയാണ്. ഈ നമ്മൾ ബെഡ്റൂമുകളിലെല്ലാം വൈറ്റ് കളറാണ് ടൈലെങ്കിൽ ഈ അടുക്കളയിലേക്ക് കയറി വരുമ്പോഴത്തേക്ക് ഒരു തടിയുടെ ഡിസൈനുള്ള ഒരു ടൈലുകളാണ് ഈ അടുക്കളയിൽ കൊടുത്തിരിക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു ഈ വീട് അപ്പാർട്ട്മെൻറ്റ് രണ്ടാമതൊന്ന് റെനോവേറ്റ് ചെയ്തിരുന്നു. റെനോവേറ്റ് ചെയ്തപ്പോൾ ഇവിടെയൊക്കെ മാറ്റി ആ റെനോവേഷൻ്റെ ഭാഗമായിട്ടാണ് ഈ കബോർഡ്സും ഇതെല്ലാം വന്നേക്കുന്നത്. അത്യാവശ്യം തടിയുടെ ഡിസൈനോട് കൂടിയ അലൂമിനിയം ഫാബ്രിക്കേഷനാണ് ചെയ്തിരിക്കുന്നത്. അത് നല്ല മനോഹരമായിട്ടുണ്ട്. ഓക്കെ, അതിന് താഴെയും നല്ല സ്പേസസ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ബെഞ്ച് ടോപ്പ് ഗ്രാനൈറ്റ് ആണ് ചെയ്തിരിക്കുന്നത്. സിങ്കിൻ്റെ അവിടെ ഈ സിങ്കൊക്കെ മാറ്റിയതാണ് കേട്ടോ, എല്ലാം പുതിയതാണ്. എല്ലാം മറ്റേതെല്ലാം മാറ്റി പുതിയതാക്കി പണിഞ്ഞു വെച്ചിട്ട് 1 വർഷമാകുന്നു എന്ന് ഞാൻ പറഞ്ഞിരുന്നല്ലോ. അപ്പോൾ അതിനുശേഷം വേറെ ആരും ഇവിടെ താമസിച്ചിട്ടില്ല. അവിടെ നിന്ന് ഇറങ്ങി കഴിഞ്ഞാൽ നമുക്ക് അപ്പാർട്ട്മെൻറ്റിലായതുകൊണ്ട് തന്നെ നമുക്ക് തുണിയൊക്കെ ഉണക്കാനും തുണി കഴുകാനും ഒക്കെ ഉള്ള ഭീകരമായ സൗകര്യങ്ങളൊന്നുമില്ല. വളരെ കുറച്ച് സൗകര്യം മാത്രമേ ഉള്ളൂ. ഇവിടെ നമുക്ക് അഴ കെട്ടിയിട്ട് നമുക്ക് തുണി വിരിച്ചിടുകയും ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനുള്ള സൗകര്യം ഇവിടെ നമുക്ക് വെക്കുകയും ചെയ്യാം. അപ്പോൾ ഇത്രയാണ് ഫുള്ളായിട്ടുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് ഈ പറഞ്ഞ ഇങ്ങനെയുള്ള ആൾക്ക് എന്താ പറയുക, ഇവിടെ കൊച്ചിയിലൊരു ചെറിയൊരു ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിടണം എന്നുള്ള ആൾക്കാർക്കൊക്കെ തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒന്ന് തന്നെ ആയിരിക്കും. അപ്പോൾ നമ്മൾ അപ്പാർട്ട്മെൻറ്റ് ഫുള്ള് കണ്ടു കഴിഞ്ഞു. 1100 സ്ക്വയർ ഫീറ്റുള്ള ഒരു അപ്പാർട്ട്മെൻറ്റാണ്. 3 ബെഡ്റൂമും 1 ബെഡ്റൂം അറ്റാച്ചഡും അതേപോലെ 2 ബെഡ്റൂമിന് 1 കോമൺ ബാത്റൂമുമാണ് ഈ വീടിനുള്ളത്. ഈ അപ്പാർട്ട്മെൻറ്റ് സ്ഥിതി ചെയ്യുന്നത് കാക്കനാടാണ്. കാക്കനാട് ഇൻഫോ പാർക്കിന് തൊട്ടടുത്താണ്. ഇവിടെ നിന്ന് നോക്കിയാൽ TCS നമുക്ക് തൊട്ടടുത്ത് തന്നെ കാണാം. ഒരു 500-600 മീറ്ററിനുള്ളിൽ തന്നെയാണ് TCS ഉള്ളത്. അപ്പോൾ വളരെ അടുത്താണ് ഈ അപ്പാർട്ട്മെൻറ്റ് ഉള്ളത്. ഇനി ഈ അപ്പാർട്ട്മെൻറ്റിന് അവർ ചോദിക്കുന്ന വില 40 lakhs ആണ്. 40 ലക്ഷം രൂപയാണ് ചോദിക്കുന്നത്. അപ്പോൾ 40 ലക്ഷം രൂപയെന്ന് പറഞ്ഞാൽ നെഗോഷ്യബിൾ ആണ്. അതുമല്ല നമ്മളുടെ വീഡിയോ കണ്ടിട്ടാണ് നിങ്ങൾ വിളിക്കുന്നത് എന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഡിസ്കൗണ്ട് ഒക്കെ അവർ തരും. തീർച്ചയായിട്ടും അത് ഉണ്ടാവുന്നതാണ്. അതേപോലെ തന്നെ ഇവിടെ കാർ പാർക്കിംഗ് ഒരു കോമൺ കാർ പാർക്കിംഗ് ആണ്. കാരണം ഇത് ഞാൻ പറഞ്ഞ 8-9 വർഷം മുമ്പ് തന്നെ കൺസ്ട്രക്ട് ചെയ്തൊരു ബിൽഡിംഗ് ആണ്. അതുകൊണ്ട് തന്നെ അന്ന് ഈ പറഞ്ഞ പാർക്കിംഗ് ഒന്നും ഇത്രയും വലുതായിട്ട് ഇവർ കണക്കൂട്ടിയിട്ടുണ്ടായിരുന്നില്ലായിരിക്കണം. അതുകൊണ്ടാണ് അവരങ്ങനെ ഒരു കോമൺ പാർക്ക് ഏരിയ കൊടുത്തിരിക്കുന്നത്. പക്ഷേ എന്നിരുന്നാലും വളരെ മനോഹരമാണ് ഈ പറഞ്ഞ കയറി വരുമ്പോൾ ഉള്ള ആംബിയൻസും. എനിക്ക് വന്നപ്പം തന്നെ എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ വന്ന് കണ്ടപ്പോൾ മുതൽ കയറി വരുമ്പം നല്ല പുല്ലൊക്കെ വിരിച്ചിട്ടുണ്ട്. നല്ല മനോഹരമായ രീതിയിലാണ് അപ്പാർട്ട്മെൻറ്റിനെ അവർ ഒരുക്കിയിരിക്കുന്നത്. പിന്നെ ബിൽഡിംഗ് പഴയതാണ് എന്ന് കയറുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും. പഴയ രീതിയിലുള്ള ഇവിടെ ലിഫ്റ്റ് ഇല്ല കേട്ടോ. ലിഫ്റ്റ് ഇല്ലാതാണ് കയറേണ്ടത്. 3 നില കയറി വരുമ്പോൾ നമുക്ക് തന്നെ അറിയാം പഴയ രീതിയിലുള്ള ടൈലുകളൊക്കെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. പിന്നെ ഈ വീടെടുക്കുമ്പോൾ ഈ അപ്പാർട്ട്മെൻറ്റ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ഇത് ഫുള്ളി അവർ റിനോവേറ്റ് ചെയ്തിട്ടുണ്ട് അകത്തുള്ള കാര്യങ്ങളെല്ലാം. അതുകൊണ്ട് അങ്ങൊരു ബെനിഫിറ്റ് ഉണ്ട്, അത് ഇല്ല എന്ന് പറയുന്നില്ല. അപ്പോൾ ഇതൊക്കെയാണ് ഈ അപ്പാർട്ട്മെൻറ്റിൻ്റെ വിശേഷങ്ങൾ. അപ്പോൾ ഇതെല്ലാം നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുക. അപ്പാർട്ട്മെൻറ്റ് ഫുള്ള് നിങ്ങൾ കണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുകയാണ്. അപ്പോൾ ഇനിയും ഇതേപോലെ ബഡ്ജറ്റ് വില്ലകളും അപ്പാർട്ട്മെൻറ്റുകളും ഒക്കെ തീർച്ചയായിട്ടും നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും. അതേപോലെ നിങ്ങളുടെ ഇപ്പം ഇതുവരെ തന്നുകൊണ്ടിരിക്കുന്ന സപ്പോർട്ട് തുടർന്നും കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഒപ്പം തന്നെ നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ മറക്കരുത്. നിങ്ങൾ യൂട്യൂബിലാണ് ഈ വീഡിയോ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യും, കമൻറ്റ് ചെയ്യും. അതുപോലെ തന്നെ
നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്തുക. അപ്പോൾ ഞങ്ങളുടെ പുതിയ പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എത്രയും പെട്ടെന്ന് ഞങ്ങളുടെ വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിച്ചേരുന്നതാണ്. അപ്പോൾ നിങ്ങളതെല്ലാം ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഇത്രയും നേരം ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും നന്ദി, നമസ്കാരം.